ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫോട്ടോ എടുക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ സാധാരണ നമ്മൾ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യാറുണ്ട്. ടച്ച് ചെയ്യുമ്പോൾ ആ ടച്ച് ചെയ്യുന്ന ഭാഗം ഒന്ന് ഫോക്കസ് ആവും, ബാക്കിയെല്ലാം ബ്ലറായി പോവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ പുറകിലുള്ള മരമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഫോട്ടോ അത്ര കണ്ട് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ക്യാമറയുടെ കാര്യം. ഇനി ശരിക്കും കാര്യത്തിലോട്ട് വരാം. നോമ്പുകാലമാണ്. കുരിശിലെ കർത്താവിനെയും അവൻ്റെ നിലപാടുകളെയും കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാലമാണ്. വചനഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്? കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിൽ തുടക്കം തന്നെ ചേട്ടൻ്റെ പതിവില്ലാത്ത പ്രാർത്ഥന കേൾക്കുമ്പോൾ ബോബി എന്ന ക്യാരക്ടറിൻ്റെ മനോഹരമായ ഒരു ഡയലോഗ് ഉണ്ട്. എന്ത് പ്രഹസനമാണ് സജി. ഈശോ നമ്മുടെ ജീവിതത്തെ ക്ലിക്ക് ചെയ്യുന്നൊരു ദിവസമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അവസാന വിധിയിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കുന്നത്? നമ്മുടെ പ്രഹസനങ്ങളാണോ അതോ നമ്മുടെ പരസ്നേഹ പ്രവൃത്തികളായിരിക്കുമോ? ആൻ്റണി ഡിമെല്ലോയുടെ ദ പ്രെയർ ഓഫ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ബുക്കിലെ ഒരു കഥ ഇപ്രകാരമാണ്. വളരെ ഭക്തിയായ ഒരു സ്ത്രീ എല്ലാ ദിവസവും 2-3 പ്രാവശ്യമൊക്കെ പള്ളിയിൽ പോകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പള്ളിയിൽ പോകുമ്പോൾ കൂടെയുള്ളവരെയോ സംസാരിക്കാൻ വരുന്ന കുട്ടികളെയോ ആരെയും ഇവൾ മൈൻഡ് ചെയ്യത്തില്ല. ഒരു ദിവസം ഒരു മനുഷ്യൻ ഈ സ്ത്രീയുടെ അടുത്ത് സഹായത്തിനായിട്ട് വരികയാണ്. പള്ളിയിൽ പോകുമ്പോഴാണോ സഹായം എന്ന് ചോദിച്ച് ചെവി പൊട്ടുന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരുപാട് ചീത്ത പറഞ്ഞു. പക്ഷെ അന്ന് പള്ളിയിലെത്തിയപ്പോൾ അവൾ ശ്രദ്ധിച്ചു, വാതിൽ അടഞ്ഞു കിടക്കാണ്. ഒപ്പം തന്നെ വാതിലിന്മേൽ ഒരു കുറിപ്പും, ഞാൻ ഇവിടെ ഇല്ല, വന്ന വഴിയിൽ എന്നെ തിരക്കിയാൽ മതി എന്ന് ദൈവം. ഉപവാസം, പ്രാർത്ഥന, പരസ്പരം സഹായിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അനുദിനം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ് നമ്മുടെ ഫോക്കസ്? അത് നമ്മുടെ പേരും പ്രശസ്തിയാണോ അതോ ഈശോയോടുള്ള നമ്മുടെ സ്നേഹമാണോ? പരസ്പരം സഹായിക്കുന്നത്, അത് പരസ്നേഹത്തെ പ്രതിയായിരിക്കണം. ഈശോ പറയുന്നു, വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയരുത്. ഉപവാസം, അത് ഒരു ആയുധമാണ്. ശരീരം ഇത്രയേ ഉള്ളൂ എന്ന സൗമ്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈശോ പറയുന്നു, ഉപവാസം വലിയ അഭ്യാസവും അഭിനയവും കൂടാതെ വേണം. പ്രാർത്ഥന, അത് ദൈവത്തെ മാറ്റാനല്ല, പ്രാർത്ഥിക്കുന്ന നമ്മളെ തന്നെ മാറ്റാനാണ്. ഈശോ പറയും, കഥ കടച്ച് നീ അറിയുന്ന നിന്നെ അറിയുന്ന ദൈവത്തോട് മാത്രം. സ്നേഹം നിറഞ്ഞവരെ, ഈശോ പറഞ്ഞ പോലെ ജീവിതം കപടതയാകുമ്പോൾ അല്ലെങ്കിൽ കാണിച്ചു കൂട്ടലുകൾ കണക്കിയാകുമ്പോൾ കാണികൾ ഒരുപാട് വരും, കയ്യടികൾ ഒരുപാട് കിട്ടും. ഒരു പക്ഷേ ഒരു ദിവസം നിൽക്കുന്ന സ്റ്റാറ്റസ് ആയിട്ടോ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഡിലീറ്റ് ആയേക്കാവുന്ന റീൽസൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറിയെന്നിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് നമ്മുടെ മാത്രം മഹത്വമാണ്. ഈശോ പറഞ്ഞു, ഇവർക്കുള്ള പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നാം ഈ ചെയ്യുന്നത് പരസ്നേഹത്തെ പ്രതിയാകുമ്പോൾ അവിടെ നമ്മെ നോക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ്ഡായ ഈശോയെ കാണും, ഈശോയെ മാത്രം. നമുക്ക് ആത്മശോധന ചെയ്യാം. നോമ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ വരച്ച കുരിശും വരിച്ച ജീവിതവും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? അവസാന വിധിയിൽ ഈശോ നമ്മുടെ ജീവിതത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്? പെട്ടുപോയ കുറേ പ്രലോഭനങ്ങളാണോ അതോ പരസ്നേഹത്തെ പറ്റി നമ്മൾ നടത്തിയ കുറേ പ്രഘോഷണങ്ങളാണോ? ആമേൻ.